കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു വാർത്ത ചെയ്തിരുന്നു. നാറ്റോയുടെ ജനറൽ സെക്രട്ടറി മാർക്ക് റൂട്ടോയുടെ ഭീഷണി പ്രസ്താവനയായിരുന്നു അത്. റഷ്യയുമായി സഹകരിക്കുന്ന പ്രധാനപ്പെട്ട 3 രാജ്യങ്ങളായ ചൈനയ്ക്കും ബ്രസീലിനും ഇന്ത്യക്കുമെതിരെ ഉപരോധം കൊണ്ടുവരുമെന്നും താരിഫുകൾ ഇരട്ടിയാക്കും എന്നുള്ളതുമായിരുന്നു ഭീഷണിയുടെ ഉള്ളടക്കം. ഉക്രൈനുമായുള്ള റഷ്യയുടെ യുദ്ധം 50 ദിവസത്തിനുള്ളിൽ നിർത്തണമെന്നുള്ളതാണ് മറ്റൊരു ഭീഷണി. എന്നാൽ ഉക്രൈന് അമേരിക്ക ദീർഘദൂര മിസൈലുകളും മറ്റ് ആയുധങ്ങളും നിർബാധം നൽകുന്നുണ്ട്. ഇപ്പുറത്ത് റഷ്യൻ പ്രസിഡന്റ് പുടിനെ പറഞ്ഞ് മനസ്സിലാക്കുകയും സ്വാധീനിക്കുകയും ചെയ്ത് റഷ്യയെ ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കണം എന്നുള്ളതും ഒരു നിർദ്ദേശമായി അമേരിക്ക ഈ 3 രാജ്യങ്ങളോടും പറഞ്ഞിരുന്നു. എന്നാൽ ചൈനയും ഇന്ത്യയും ബ്രസീലും ഇത് കേട്ടതായി പോലും നടിച്ചില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ലോകത്തിൽ ആകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണയുടെ 10% ഉൽപ്പാദിപ്പിക്കുന്ന റഷ്യയെ മാറ്റി നിർത്തുന്നത് ആഗോളതലത്തിൽ എണ്ണയുടെ വില ഉയരുവാനും ഒപെക് രാജ്യങ്ങൾക്ക് അവരുടെ തോന്നിയ രീതിയിൽ വില കൂട്ടുവാനുമുള്ള സാഹചര്യം ഒരുക്കും. ലോക ഊർജ്ജ വിപണിയുടെ വളർച്ചയിൽ 16% ഭാരതത്തിന്റെ പങ്കെങ്കിൽ അടുത്തുതന്നെ അത് 25% ഉയരുവാനുള്ള സാധ്യത ഉണ്ട് എന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. അതുകൊണ്ട് അമേരിക്കയുടെ ഈ നിർദ്ദേശം സ്വീകാര്യമല്ല എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. യൂറോപ്യൻ യൂണിയൻ റഷ്യയിൽ നിന്ന് പ്രകൃതിവാതകം വാങ്ങുന്നത് എന്ന വസ്തുത അമേരിക്ക കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഇന്ത്യയും ചൈനയും ബ്രസീലും വാങ്ങുന്നതിനേക്കാൾ വളരെയേറെ കൂടുതൽ ഇന്ധനമാണ് യൂറോപ്യൻ യൂണിയൻ റഷ്യയിൽ നിന്നും വാങ്ങുന്നത്. ഇപ്പോൾ തന്നെ വലിയ എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളായ വെനിസ്വേലയ്ക്കും ഇറാനുമെതിരെ ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ഉപരോധങ്ങൾ ആഗോളതലത്തിൽ എണ്ണയുടെ ഉൽപ്പാദനം കൂട്ടുവാനും വിപണി ചില രാജ്യങ്ങൾക്കും മാത്രമായി കേന്ദ്രീകരിക്കുവാനും ഇടയാക്കും. ഇന്ത്യ ഇപ്പോൾ 2-3 രാജ്യങ്ങളെ മാത്രമല്ല ഇന്ധനത്തിനു വേണ്ടി ആശ്രയിക്കുന്നത്, മറിച്ച് നിരവധി രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ ഇന്ധനം വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒപെക് രാജ്യങ്ങൾക്ക് അവരുടെ ഇഷ്ടമുള്ള രീതിയിൽ ഇന്ധനവില കൂട്ടുവാൻ സാധിക്കാത്തത്. എണ്ണ കുത്തകാധിപത്യത്തിലേക്ക് പോവുകയാണെങ്കിൽ എണ്ണയുടെ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ഘടകങ്ങളുടെയും വില ക്രമാതീതമായി കുതിച്ചുയരും. വികസനത്തിന് ഗതിവേഗം വന്നുകൊണ്ടിരിക്കുന്ന ഭാരതത്തിന്റെ വളർച്ചയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറുന്ന ഒരു കാര്യമാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ വേണ്ട എന്ന് വയ്ക്കുന്നത്. അമേരിക്ക പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയാണ്. ആദ്യം ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുവാൻ അമേരിക്ക ശ്രമിച്ചു. പാകിസ്ഥാനുമായി നടന്ന യുദ്ധത്തിന് ശേഷവും പാകിസ്ഥാനുമായി അടുപ്പം പുലർത്താൻ അമേരിക്ക ശ്രമിച്ചത് സമ്മർദ്ദത്തിലൂടെ വീണ്ടും ഇന്ത്യയെ തങ്ങളുടെ വരുതിയിൽ നിർത്തുവാനാണ്. പക്ഷേ ശക്തമായ ഭരണകൂടമുള്ള ഇന്ത്യയെ ട്രംപിന് എത്ര ശ്രമിച്ചിട്ടും കൈപ്പിടിയിൽ ഒതുക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല രാജ്യങ്ങളെയും അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് അവരുടെ വളർച്ച തടയുന്ന തന്ത്രമായിരുന്നു അടുത്ത കാലത്ത് വരെ അമേരിക്ക നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ശക്തമായ നിലപാടുകൾ എടുക്കുവാൻ രാജ്യങ്ങൾ തയ്യാറായപ്പോൾ പലപ്പോഴും അമേരിക്കയ്ക്ക് ചുവടുകൾ പിഴയ്ക്കുകയായിരുന്നു. ലോകത്തിലെ ആയുധ വിപണി പരിപോഷിപ്പിക്കുന്നതിന് രാജ്യങ്ങളിൽ അസ്ഥിരമായ അവസ്ഥ ആവശ്യമാണെന്ന് അമേരിക്കൻ ഭരണകൂടം മനസ്സിലാക്കുന്നു. അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇന്ത്യക്ക് നേരെ അവരെ തിരിച്ചുവിട്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുവാനുള്ള അമേരിക്കൻ ഭരണകൂടത്തിൻ്റെയും ഡീപ് സ്റ്റേറ്റിൻ്റെയും കളികൾ നടക്കാതെ വരുന്നതിൻ്റെ ഒരു നിരാശ അമേരിക്കൻ പ്രതികരണങ്ങളിൽ ഇനി വ്യക്തമാവും.